ഞാൻ അതിനാധാരമായിട്ട് ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. പരിച്ഛേദന എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴും പഴയ നിയമത്തിൽ മാത്രമാണ് ആ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പരിച്ഛേദനയെക്കുറിച്ച് പറയുന്നതായ ഒരു വേദഭാഗം, അത് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പരിച്ഛേദനയെക്കുറിച്ച് അതിന് മുകളിലുള്ള വേദഭാഗത്തും പറയുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. അതായത് പരിച്ഛേദന എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പരിച്ഛേദന എന്ന് പറയുന്നത് പുറമേ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയാണല്ലോ കാര്യം. ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പരിച്ഛേദന എന്ന് നമ്മളവിടെ കാണുന്നത്. പക്ഷേ പൗലോസ് കൃത്യമായിട്ട് പറയുകയാണ്, പുറമേ ഉള്ള പരിച്ഛേദന പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പോൾ പരിച്ഛേദന നമുക്ക് കാണാവുന്ന നിലയിലുള്ളത് പുറത്താണെങ്കിലും യഥാർത്ഥ പരിച്ഛേദന നമ്മുടെ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, പ്രത്യുത ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് എന്ന് പൗലോസ് കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, കാര്യം നമ്മളതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. ഈ ഹൃദയത്തിലുള്ള പരിച്ഛേദന അതെന്താണ്? അത് ഒരു പുതിയ നിയമ ഉപദേശമാണ്. പുതിയ നിയമ ഉപദേശമെന്ന് മാത്രം പറയാൻ പറ്റില്ല, പഴയ നിയമത്തിലും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപദേശമുണ്ട്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, പഴയ നിയമത്തിലെ ഉപദേശം വേറെ, പുതിയ നിയമത്തിലെ ഉപദേശം വേറെ, അതുകൊണ്ട് അത് പഴയ നിയമത്തിൽ, ഇത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ആയി തീർന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില ചേഞ്ചസ് കുറേ കൂടെ ആഴത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി പഴയ നിയമത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യസ്തമായ കാര്യങ്ങളല്ല പുതിയ നിയമത്തിൽ നടക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് പഴയ നിയമത്തെ തന്നെ അങ്ങ് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പോൾ പറയുന്നത് സ്വഭാവത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഈ 26 മുതലുള്ള 25 മുതലുള്ള വാക്യങ്ങൾ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിൻ്റെ പരിച്ഛേദന അഗ്രചർമ്മമായിത്തീരുന്നു. അപ്പോൾ നടന്നാൽ നല്ലതാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് സത്യമാണെങ്കിൽ പോലും നടന്നാൽ അത് കൃത്യമാണ്. അപ്പോൾ നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് മറ്റൊരു കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ദൈവം പഴയ നിയമത്തിൽ കൊടുത്തത് അബദ്ധം പറ്റി കൊടുത്തതൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നും അർത്ഥമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പുറമേയുള്ള പരിച്ഛേദനയല്ല, പ്രത്യുത എന്താണ്? ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് എന്നുള്ളതാണ്. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്താണ്? ശരിക്കും പറഞ്ഞാൽ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലി അല്ലെങ്കിൽ ഫിസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് നമുക്കെല്ലാവർക്കും അറിയാം. ലിറ്ററലി ഇറ്റ് ഈസ് റിമൂവിങ് ദ ഫോർസ്കിൻ ഓഫ് എ പേഴ്സൺ. അപ്പോൾ അത് നമുക്ക് അഗ്രചർമ്മം നമ്മൾ മുറിച്ച് കളയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിച്ഛേദന എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് അഗ്രചർമ്മത്തിൻ്റെ ആ ഛേദനമെന്ന് പറയുന്നത് ഒരു ആക്ഷരിക കാര്യമാണ്. ആന്തരികമായി നടക്കുന്ന കാര്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണെന്നാണ് പൗലോസ് പറയുന്നത്. ആന്തരികമായ കാര്യം നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള കാര്യം നടന്നതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ പോൾ കൃത്യമായിട്ട് പറയുകയാണ്, ആന്തരികമായി നടക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ആ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നു കഴിഞ്ഞാലേ ഈ പുറമേയുള്ള പരിച്ഛേദന കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, പരിച്ഛേദന നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം മുതലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ പരിച്ഛേദനയെക്കുറിച്ച് അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത്
എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് നിയമത്തിൻ്റെ അടയാളമാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം. അതായത് ചില വാക്കുകളൊക്കെ നമുക്ക് ഈ മലയാളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പലപ്പോഴും ഇംഗ്ലീഷിലും പ്രശ്നമുണ്ട്. മലയാളത്തിൽ ചില വാക്കുകൾ അതിലൊരു വാക്കാണ് നിയമം എന്ന് പറയുന്ന വാക്ക്. അതുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിയമത്തിൻ്റെ, അതായത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാണ് പരിച്ഛേദന. ശരിക്കും നിയമം നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയത് സീനായി മലയിൽ വെച്ചാണ്. പക്ഷേ ഇവിടെ സീനായി മലയിലെ അനുഭവമൊന്നും ആയില്ലല്ലോ. അങ്ങനെ നിയമം പോലും കിട്ടാതിരുന്ന ഒരു കാലയളവിൽ നിയമം എന്ന് പറയുന്നത് ലോ എന്ന വാക്കാണെങ്കിൽ ഈ വാക്യം പ്രസക്തമല്ലാതെ വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് ഈ വാക്ക് ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ലോ, ഇറ്റ് ഈസ് കവനൻറ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. And you shall be circumcised in the flesh of your foreskin, and it shall be a token of a covenant between me and you. Token of covenant. Covenant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നാണ് അർത്ഥം. ഉടമ്പടി. അപ്പോൾ നിയമം കിട്ടുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ ഒത്തിരി പ്രോബ്ലം ദൈവശാസ്ത്രപരമായി വേദപുസ്തകം ശരിയായിട്ട് പഠിക്കാത്ത ആളുകൾ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ ഒത്തിരി വ്യാപിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്കിനകത്തുണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോപ്പുലർ പ്രീച്ചേഴ്സ് പലരും പറയുന്നത് പഴയ നിയമം കഴിഞ്ഞുപോയി, ഇനിയിപ്പോൾ പഴയ നിയമമില്ല. കാര്യം നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി പഴയ നിയമം ആവശ്യമില്ല. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും, അല്ലേ? ഇല്ലേ? എന്താണ് പഴയ നിയമം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം പുസ്തകമല്ല പഴയ നിയമം എന്ന് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. ലോ എന്ന വാക്കും കവനൻറ്റ് എന്ന വാക്കും രണ്ടും രണ്ടാണ്. പഴയ ഉടമ്പടിയാണ് മാറിപ്പോയിരിക്കുന്നത്, പഴയ നിയമമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി ആരെങ്കിലും പഴയ നിയമം വേണ്ട, അത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദവിപരീതമായ ഉപദേശമാണ്. എന്താണ് മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പഴയ ഉടമ്പടിയാണ്. ആ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് സീനായിൽ വെച്ച് പോലും തുടങ്ങിയതല്ല, അതിന് മുമ്പേ തുടങ്ങിയതാ. ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതിനു മുമ്പ് വളരെ കാലം തൊട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. ഇത് ലോ അല്ല, ഉടമ്പടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ നിയമം വലിച്ചു കളയുന്നതോ അത് വേണ്ടാന്ന് പറയുന്നതോ വേദപുസ്തക വിപരീതം പഠിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. കാരണം നിയമം എന്ന വാക്കിനെ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ശരിയാ, അല്ലേ? പുതിയ നിയമത്തിൻ്റെ ഇപ്പം തന്നെ കർത്താവ് തിരുവത്താഴം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പെസഹായുടെ ആ ദിവസം അവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അപ്പോൾ അവർ പറയും പുതിയ നിയമം വന്നതോടുകൂടെ പഴയ നിയമം ഇല്ലാതെയായി. അപ്പം നമ്മൾ കേൾക്കുമ്പം ശരിയാണെന്ന് തോന്നും. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനൻറ്റ് എന്നാണ്. പുതിയ ഉടമ്പടിയാണ്, പുതിയ നിയമമല്ല, പുതിയ ഉടമ്പടി. ഇനിയെങ്കിലും ശ്രദ്ധിച്ചോണേ, അവിടെ എവിടെയും കേൾക്കുന്ന വാക്കുകൾ കേട്ടിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. ദൈവവചനം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതുപോലെ വേദവിപരീതം പഠിപ്പിക്കുന്നവരായ ആളുകളുടെ വാക്കുകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അത് ഞാൻ പറഞ്ഞാലും പരിശോധിച്ച് നോക്കണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത് അവർ വചനം കേട്ടപ്പോൾ അത് കൈക്കൊണ്ടു, പക്ഷേ എന്നാൽ വീട്ടിൽ പോയി അത് അങ്ങനെ തന്നെ ഒന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ആരുടെ വാക്കുകളാ? പൗലോസിൻ്റെ. അതായത് പൗലോസ് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിച്ചില്ല. പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെ ഞങ്ങൾ വീട്ടിൽ പോയി നോക്കട്ടെ എന്ന്. എടാ, പൗലോസ് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സാജു പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ എടുക്കുന്നേ? നിങ്ങൾ എടുക്കണ്ടെന്നേ, നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അല്ലാതെ ടി വിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിട്ട് ഉടനെ തന്നെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ പുതിയ നിയമം. അങ്ങനെയല്ല. പുതിയ കവനൻറ്റ് ഉടമ്പടിയാണ് മാറിയിരിക്കുന്നത്, അല്ലാതെ എന്താണ് ലോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്,
ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്? ഇത് ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഉടമ്പടിയുടെ, അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ഉൽപ്പത്തി 17:11, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ അടയാളമാണ്. ഉടമ്പടിയുടെ അടയാളം. അടയാളമെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒത്തിരി വ്യത്യാസമുണ്ട്. അടയാളമെന്ന് പറയുമ്പോഴത്തേക്ക് അടയാളം അല്ലെങ്കിൽ സൈൻ ഓർ സിമ്പൽ ഓർ ഇവിടെ പറയുന്ന ടോക്കൺ എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായി നടക്കുന്ന ഒരു കാര്യത്തെ പ്രകാശിപ്പിക്കുവാനായി നമ്മൾ പുറമേ ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സ്നാനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടയാളമാണ്. അടയാളം. ഞാനതിനെക്കുറിച്ച് പിന്നീട് സമയമനുസരിച്ച് പറയാം. ഇപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നു എല്ലാവരും. പെസഹ ആചരിക്കുന്നത് അവർക്ക് മിസ്രൈമിൽ നിന്ന് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ ഒരു അടയാളമാണ്. അടയാളം എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാനാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്നു പോകും. നാച്ചുറലി അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചോരത്തള്ളി ആചരിച്ച് സംഹാരദൂതൻ്റെ ആ വലിയ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ, ഇത് മിസ്രൈമിൽ വെച്ച് നടന്ന കാര്യമാണ്. നാച്ചുറലി ദൈവത്തിനറിയാം കുറച്ച് കഴിയുമ്പോൾ എന്തോ സംഭവിക്കും. ആ തലമുറ പോകുന്നതോടെ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? പെസഹ എന്ന് പറയുന്ന ഒരു അടയാളം ഉണ്ടാക്കി. പെസഹ കുഞ്ഞാളിൻ്റെ അപ്പം ഭക്ഷിക്കുമ്പോഴല്ല ആരും വിടുവിക്കപ്പെടുന്നത്. പക്ഷേ വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണെന്ത്? പെസഹായിലെ ഭക്ഷണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും ഇതെന്നാ നമ്മൾ ഈ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നിങ്ങൾ അവിടെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. കർത്താവ് അവരെ വിടുവിച്ച വിടുതലിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഉടമ്പടിയുടെ അടയാളം നമുക്ക് നൽകിയിരിക്കുന്നത് ഉടമ്പടി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അതിന് മുമ്പ് കർത്താവ് പറയുന്നത്, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോഴാണ് നമ്മുടെ പാപങ്ങളുടെ മോചനം നടക്കുന്നത്. എന്നാൽ തിരുവത്താഴത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ മോചനത്തിന് വേണ്ടി കർത്താവ് കൊടുത്ത വില എന്താണ് എന്നുള്ളത് നമ്മൾ സ്മരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം തിരുവത്താഴം കഴിക്കുമ്പോഴും അതാത് സമയത്ത് നമ്മൾ രക്ഷിക്കപ്പെടുകയല്ല, അതാത് സമയത്ത് നമ്മൾ വീണ്ടെടുക്കപ്പെടുകയല്ല. വീണ്ടെടുപ്പ് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മളത് മറന്നു പോകാതിരിക്കാൻ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? അത് നമുക്ക് വീണ്ടും ആചരിപ്പാനായിട്ട് തന്നിരിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവത്താഴം കഴിക്കുമ്പോൾ നമ്മൾ യേശു അന്നേരം നുറുക്കപ്പെടുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ശരീരത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ ഇല്ലേ, സ്മരണയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സാക്രമെൻ്റ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സാക്രമെന്തുകൾ എന്ന് പറയുന്നത് അത് ഒരു നിഴലാണ്. അതിൻ്റെ പൊരുൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അത് നമ്മൾ ഓർക്കുന്നതിന്, സ്മരിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന അതേപോലെ ഒരു കാര്യമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. പരിച്ഛേദന എന്ന് പറയുന്നത് ഉടമ്പടിയുടെ അടയാളമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ നിങ്ങളുടെ അഗ്രചർമ്മ പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. ഉടമ്പടി സംഭവിച്ചത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സാധാരണ നിലയിൽ ഒരു ഉടമ്പടി ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് നമ്മളൊരു കോൺട്രാക്റ്റ് എഴുതി ഉണ്ടാക്കുന്നതാണ്. അതിന് നമ്മൾ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റിന് നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല. വേദപുസ്തകത്തിൽ പറയുന്നത് കവനൻ്റാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഈ കോൺട്രാക്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്.
കോൺട്രാക്റ്റ് 2 പാർട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്ന് 2 പേരുടെയും കൂടെ ആശയങ്ങൾ പങ്കുവെച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് എഴുതി ഉണ്ടാക്കുന്നതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ കവനൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ കോൺട്രാക്റ്റിൻ്റെ ആ വ്യത്യാസം ഞാൻ പറയുന്നത്. കവനൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ബിബ്ലിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ദൈവിക ഉടമ്പടിയുടെ ഭാഗം പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം അങ്ങ് ചെയ്യുക, അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉടമ്പടിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അവൻ നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്. അല്ലാതെ കൽപ്പനകളെ അനുസരിക്കുന്നത് കൊണ്ടല്ല ഉടമ്പടി ഉണ്ടാകുന്നത്. ഉടമ്പടി ഉള്ളത് കൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു. ഉടമ്പടി, ഞാനതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പരിച്ഛേദന വരുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അബ്രഹാമുമായിട്ടല്ല ദൈവം ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുമായിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ ഇവിടെയും കവനൻ്റാണ്. ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യും. നമുക്ക് 2 പേർക്ക് കൂടി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാമെന്നല്ല പറയുന്നത്. ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് ഈ കവനൻറ്റിൻ്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ടോട്ടലി ഫ്രം ഗാഡ്സ് പാർട്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടല്ല അവന് അത് ചെയ്യുന്നത്. എന്നാൽ കവനൻറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകളും നിയമങ്ങളും ഉണ്ട്. അത് ദൈവം കവനൻറ്റിന് ശേഷം നമുക്ക് നൽകുന്നതാണ്. അല്ലാതെ നിയമം അനുസരിച്ചത് കൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയല്ല, ഉടമ്പടിയിൽ പ്രവേശിച്ചത് കൊണ്ട് നിയമം അനുസരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കർത്താവ് നോഹയോട് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. അപ്പോൾ ആ ഉടമ്പടിയുടെ ജനതയാണ് നമ്മൾ എന്നുള്ളത് ഓർക്കുവാനായിട്ട്, എപ്പോഴും ഓർക്കാനായിട്ട്, അതായത് ഞാനും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ദൈവം എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് എപ്പോഴും ഓർക്കാൻ എൻ്റെ ശരീരത്തിൽ തന്നെ ഒരു അടയാളം ദൈവം നൽകിയിരിക്കുകയാണ്. മറക്കരുത്, എപ്പോഴും ഓർത്തോണം എന്താണ്, ഞാൻ ഉടമ്പടിയുടെ ജനമാണെന്ന് ഓർക്കാൻ. അതുകൊണ്ടാണ് ഇത് അടയാളമായിരിക്കും എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ അടയാളം അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവിടെ നിൻ്റെ വീട്ടിൽ ജനിച്ച ദാസന് നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ, എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമം ആയിരിക്കണം. ദേഹത്തിൽ, ശരീരത്തിൽ. കാര്യം ഈ ഉടമ്പടി ഒരിക്കലും മറക്കാതിരിക്കാൻ, രാപകൽ മറക്കാതിരിക്കാനായിട്ട് ഇത് ശരീരത്തിൽ തന്നിരിക്കുക. കാര്യം മറവിയുള്ളവരാ മനുഷ്യർ. അതുകൊണ്ട് ദൈവം ചെയ്തതായ ഒരു കാര്യം. അപ്പോൾ ഒരു ആത്മീക യാഥാർത്ഥ്യം ഉറപ്പിക്കാൻ ഒരു ഭൗതിക അടയാളം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓക്കെ, പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. ഉടമ്പടിയിലേക്ക്, യേശുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അതായത് പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനൊരു ആന്തരിക, അതായത് there is a physical reality and there is a spiritual reality, and many times ഈ physically what is happening, ശരീരത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ ആ യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമാണല്ലെന്നല്ല, പക്ഷേ ആ യാഥാർത്ഥ്യം ആത്മീക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ യേശുവിനോട് ചേരുന്നു, അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. ഇത് പ്രത്യക്ഷത്തിൽ നടക്കുന്നുണ്ടോ?
പ്രത്യക്ഷത്തിൽ ഓൾറെഡി ഇത് നടന്നു കഴിഞ്ഞതാണ്. പ്രത്യക്ഷത്തിലല്ല, സ്പിരിച്വൽ ലോകത്തിൽ ആത്മിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഐ ഹാവ് ഓൾറെഡി യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത് ആൻഡ് ഐ എക്സ്പ്രസ് ഇറ്റ് ഔട്ട്സൈഡ് ആൻഡ് ഐ ടെൽ ദ വേൾഡ് that I have entered into a covenant relationship with Jesus, and that is baptism. ഞാൻ ലോകത്തോട് വിളിച്ച് പറയാണ്, I'm not an ordinary person. I have entered into the covenant relationship with God, with Jesus. യേശുവുമായിട്ട് ഞാൻ ചേർന്നിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ചേർന്നിരിക്കുകയാണ്. അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്നുള്ളത് ലോകത്തോട് പറയാനുള്ള ഒരു ഔട്ട്വേർഡ് അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊലോസ്യ ലേഖനത്തിലും ഇതിന് തുല്യമായിട്ടൊരു വാക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇത് സ്നാനമേൽക്കുമ്പോൾ പുറമേ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് സ്നാനക്കുളത്തിൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നവരാരും ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല. കാരണം അതൊരു ഭൗതിക യാഥാർത്ഥ്യമല്ല, പ്രത്യുത അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അതിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന കാര്യം, അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള ചടങ്ങിന് അർത്ഥമില്ല എന്നാണ്. അകമേ ഉള്ളത് നടക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ട കാര്യം അതാണ്. പരിച്ഛേദനയെക്കുറിച്ച് പറയുമ്പോൾ അകമേ, അല്ലെങ്കിൽ റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത്. അവിടെ പുറമേ യഹൂദനായവൻ യഹൂദൻ അല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ എത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിൻ്റെ ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അപ്പോൾ പറയാണ്, അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ളത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് സ്നാനത്തിൻ്റെ കാര്യത്തിലും ശരിയാ. ഇതിപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. സ്നാനം വളരെ അനിവാര്യമാണ്. പക്ഷേ യേശുവിനോട് ചേരാത്ത ഒരുത്തൻ സ്നാനപ്പെട്ടിട്ട് എന്താ കാര്യം? സ്നാനത്തിൽ എന്താണ് നടക്കുന്നത്? നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റു, അവനോടുകൂടെ നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്ക്, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. അപ്പോൾ അടക്കപ്പെടണമെങ്കിൽ അതിന് മുമ്പ് എന്തോ ചെയ്യണം? മരിക്കണം. അപ്പോൾ അവനോടുകൂടെ മരിക്കാത്തവനെ അടക്കി കഴിഞ്ഞാൽ എങ്ങനെ പറ്റുന്നത്? ചാകാത്തവനെ കുഴിച്ചിട്ട് പോലെ ഇരിക്കും. അങ്ങനെ ചാകാത്ത ഒത്തിരി പേരെ നമ്മളൊക്കെ ഇവിടെ നമ്മളെ ചുറ്റുപാടുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ചാകാത്ത ഒത്തിരി പേരെ എന്തോ ചെയ്യുന്നുണ്ട്? കുഴിച്ചിടുന്നുണ്ട്. ചാകാത്തവരെ കുഴിച്ചിടുന്ന പരിപാടിയല്ല ബാപ്റ്റിസം, അതിനല്ല സ്നാനം. അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർക്കാണ് സ്നാനം. അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അകമേ ഉള്ള കാര്യം നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള കാര്യം മാത്രം നടത്തിയത് കൊണ്ട് അർത്ഥമില്ല. വീണ്ടും ജനിക്കാത്ത ഒരുത്തനെ, ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്ത ഒരുവനെ സ്നാനപ്പെടുത്തിയിട്ട് അർത്ഥമില്ല. എന്നാൽ മരിച്ചാൽ കുഴിച്ചിട്ടോണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല? ശവം വെച്ചോണ്ട് ഇരിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോണം? കുഴിച്ചിട്ടോണം. അപ്പോൾ സ്നാനം ആവശ്യമാണോ? ആണ്. ആർക്കാ സ്നാനം? മരിച്ചവർക്ക്. അപ്പോൾ മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷെ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്. രണ്ടും മനസ്സിലാക്കണം. പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷേ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? മരിച്ചില്ലെങ്കിൽ കുഴിച്ചിടാൻ പാടില്ല. എന്നാൽ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്. അതുകൊണ്ട് ബാപ്റ്റിസം ആവശ്യമാണ്. എന്നാൽ അകമേ ഉള്ള കാര്യങ്ങൾ നടക്കാതെ പുറമേ ഉള്ള കാര്യങ്ങൾ നടത്തുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളതാണ് പോള് പറയുന്നതായ കാര്യം. ഇനി നമുക്ക് ഉടമ്പടിയുടെ ആ സ്റ്റേജിലേക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഉടമ്പടിയും പരിച്ഛേദനയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ പറഞ്ഞു. ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നോഹയോട് തന്നെ കർത്താവ്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
അവിടെ കാണുന്നത്, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ ദൈവം ഒരു കവനൻറ്റ് ചെയ്യുന്നുണ്ട്. കവനൻറ്റ്, ആ കവനൻറ്റിൻ്റെ അടയാളമാണ്. നോഹയോട് ശരിക്കും പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിച്ഛേദന നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ കവനൻ്റ് എന്നുള്ള വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട്. ബെറീത്ത് എന്ന് പറയുന്ന ആ വാക്കിന് കട്ട്, മുറിക്കുക എന്ന ഒരർത്ഥമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ പരിച്ഛേദനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. ഒരു കട്ടിങ് ഉണ്ട്, കട്ട് ഇൻ ടു, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് ടു. ഒരു കവനൻറ്റ് നടക്കുന്നുണ്ട്. ഈ കവനൻറ്റിനകത്ത് ഒരു മുറിവുണ്ട്. ആ മുറിവെന്ന് പറയുന്നത് ഒരു സെപ്പറേഷനാണ്. ഒരു ഫോർസ്കിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ യോജിപ്പിച്ച് വെക്കത്തില്ല, അത് ദൂരെ എറിഞ്ഞു കളയാണ്. എന്നതുപോലെ ഒരു വ്യക്തി കവനൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒന്നാമത്തെ കാര്യം ഒരു സെപ്പറേഷനാണ്. സെപ്പറേഷൻ നടക്കുമ്പോഴേ കവനൻറ്റ് പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഉടമ്പടിയിൽ ഒരു വേർപാടുണ്ട്. ഇന്നിപ്പോൾ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ആൾക്കാർ കൊടുക്കുന്നില്ല. പക്ഷേ ഉടമ്പടിയിൽ വേർപാടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റൂ. ആ വേർപാടിനെക്കുറിച്ച് നമുക്ക് ഇതിനോട് ചേർന്ന് ചിന്തിക്കാം. എന്നാൽ ഇവിടുത്തെ സെപ്പറേഷനെക്കുറിച്ച് നോഹയോട് പറയുമ്പോഴത്തേക്ക്, ഞാനോ നിന്നോടൊരു നിയമം ചെയ്യും, ഞാനൊരു കവനൻറ്റ് നീയുമായിട്ടുണ്ടാക്കും. അടുത്ത പടി എന്താണ്? അടുത്ത പടി എന്ന് പറയുന്നത്, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അതായത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ടാകണം. എവിടെ നിന്നാണ് സെപ്പറേഷൻ? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാടാണ്. എവിടെ നിന്നുള്ള വേർപാട്? ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ഈ ഉടമ്പടി, ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ളതല്ല. അത് ദൈവം ചെയ്യുന്നതാണ്. പക്ഷേ ദൈവം ചെയ്ത അടുത്ത പടി എന്താണ്? വേർപെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണെന്നുള്ളതിൻ്റെ കാര്യം എന്താണ്? ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ അറിയാം, ബാക്കിയുള്ള സകല 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും, നോഹയുടെ തലമുറയിലെ, നോഹയുടെ കുടുംബം ഒഴികെയുള്ള സകല മനുഷ്യരും ദൈവിക വഴി വിട്ട് പിന്മാറിപ്പോയി. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തീരുമാനിച്ചതാണ്. പക്ഷേ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പ്രിൻസ് കൊണ്ടുവന്നൊന്നുമല്ല. കൃപയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കുറച്ച് ഹൈപ്പർ ഗ്രേസുകാർ കൊണ്ടുവന്നൊന്നുമല്ല. കൃപയെന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ ദൈവം ഇടപെടുന്ന കാര്യമാണ് കൃപ. കൃപ ഇന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ കൃപ ഇല്ലെന്നാണ് പലരും പറയുന്നത്. അല്ല, പഴയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ കൃപ ഇന്നുണ്ടായതല്ല. ഇതാ ഞാൻ പറഞ്ഞത്, വേദപുസ്തകം അറിയാൻ വയ്യാത്ത കുറച്ച് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ പുറകെ പോയി ചാടരുത്. അവർ അത് ശരിയായിട്ട് വേദപുസ്തകം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇനി എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അവർ വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കുന്നത് അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് വേർഷൻസാണ്. അത് മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഉപദേശമാണ്. കൃപ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിനങ്ങ് ഉണ്ടായ ഒരു കാര്യമല്ല. പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര കർക്കശക്കാരനും ആരെയും, പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടായത്. പഴയ നിയമത്തിലെ ദൈവം എന്തോ ദൈവമായിരുന്നു. പുതിയ നിയമം വന്നപ്പോൾ ദൈവം അങ്ങ് മാറിപ്പോയി എന്നാണ് പലരും പറയുന്നത്. അങ്ങനല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീ ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഉടമ്പടി എന്തിൻ്റെ പരിണിത ഫലമാണ്? കൃപയുടെ പരിണിത ഫലമാണ്.
ഉടമ്പടി കൃപ കൊണ്ടാണ് ഉണ്ടാകുന്നത്, കവനൻ്റ് കൃപയാണ്. എന്നാൽ ഉടമ്പടിയുടെ അനന്തര നടപടി എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. ഉടമ്പടി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? സെപ്പറേഷൻ. അപ്പോൾ സെപ്പറേഷനിലേക്ക് കടന്നില്ലെങ്കിൽ ഈ കൃപ ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്പെടാതെ പോകും. നോഹയോട് ദൈവം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്, ഇറ്റ് ഇസ് എ ലോ. ലോ ഉണ്ടായത് നമ്മൾ ചിലപ്പോൾ പറയും, ചിലരൊക്കെ ചിന്ത എന്നറിയാമോ, സീനായി പർവ്വതത്തിൽ വെച്ച് ആദ്യമായിട്ട് കൽപ്പന ഉണ്ടായെന്നാണ്. അല്ല പ്രിയമുള്ളവരെ, കൽപ്പന ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ തുടങ്ങിയതാണ്. ആദമിനോട് ഹവ്വയോടും പറയുന്നത്, ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. അതെന്തുവാ? സജഷനാണോ കൽപ്പനയാണോ? കൽപ്പനയാണ്. അപ്പോൾ കൽപ്പന എവിടെ തൊട്ടേ ഉണ്ട്? ഏദൻ തോട്ടം മുതൽ കൽപ്പനയുണ്ട്. കൃപയുണ്ട്, കൽപ്പനയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? കൃപയുണ്ട്, കൽപ്പനയുണ്ട്. കൃപ ലഭിച്ചവനാണ് കൽപ്പന കൊടുക്കുന്നത്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അവനെ സെപ്പറേറ്റ് ചെയ്തു, കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. I want you to separate yourself from the world. ഈ ലോകത്തോട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നിന്ന് നീ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അതിനോട് യോജിച്ച് പോകരുത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നതായ അളവിൽ പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ നീ കടക്കണം. നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും അതിൻ്റെ ഉള്ളിൽ കടക്കണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവർക്കാണ് സുരക്ഷയുള്ളത്. കൽപ്പന അനുസരിക്കുന്ന, അതായത് ദൈവത്തിൻ്റെ ഉടമ്പടി കൃപയാണ്. പക്ഷേ ഉടമ്പടിയുടെ അനന്തരഫലം അല്ലെങ്കിൽ അനന്തര നടപടി സെപ്പറേഷനാണ്. ആ സെപ്പറേഷൻ അനുസരിക്കുന്നവർക്കാണ് സുരക്ഷ ഉണ്ടാകുന്നത്. ഓക്കെ, അതനുസരിച്ച് കർത്താവ് ചെയ്യുന്നതിനെന്നറിയാമോ? വേർപ്പെടുത്തിയെടുത്തു. സെപ്പറേഷൻ. ഉടമ്പടി ചെയ്തു, കവനൻ്റ് കൃപയാണ്. പക്ഷേ ഇപ്പോൾ വേർപെടുത്തി, ലോകത്തിൽ നിന്ന് വേർപെടുത്തി. എന്നാൽ വേർപെടുത്തിയത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വേർപെടുത്തിയിട്ട് നിങ്ങളെങ്ങനെയാണെങ്കിൽ തുഴഞ്ഞെങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോളാൻ പറഞ്ഞൊന്നും കർത്താവ് ആ രീതിയിൽ അവരെ വിടുകയല്ല. കർത്താവ് അവരോട് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വേദപുസ്തകം പറയുന്നത് നോവ വാക്ക്ഡ് വിത്ത് ഗാഡ്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ വേർപെടുത്തി കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഉടമ്പടി സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷനാണ്. യോജിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ യൂണിയനാവും, അല്ലെങ്കിൽ എന്താ അതിനെ പറയുന്നത്, ഏകീഭവിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നോഹ എന്ത് ചെയ്യുക? നോഹ പിന്നെ ലോകത്തിൻ്റെ കൂടെ അല്ല നടക്കുന്നത്. നോഹ ആരുടെ കൂടെ നടക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് ദൈവവുമായിട്ട് യുണൈറ്റ് ചെയ്യുന്ന, വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ആൻഡ് യുണൈറ്റഡ് വിത്ത് ഗാഡ്. അപ്പോൾ കവനൻറ്റിൽ ഇതെല്ലാം ഉണ്ട്. കവനൻ്റ് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ കവനൻ്റ് ഉണ്ടായാൽ അടുത്തത് സെപ്പറേഷനാണ്. സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷനാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്, യോജിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യോജിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ തീരുകയാണ്. അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗം. 1 പത്രോസ് 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അന്ന് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കടന്ന്, 1 പത്രോസ് അതിൻ്റെ 3-ാമത്തെ
അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അപ്പോൾ പെട്ടകത്തിന് പുറത്ത് ലോകം പെട്ടകത്തിന് പുറത്ത്, ഓക്കെ, പെട്ടകത്തിൻ്റെ പുറത്തുള്ളത് ലോകമല്ല, എവിടെയാണ്? പെട്ടകത്തിന് പുറത്താണ്. പെട്ടകത്തിനകത്താരാ ഉള്ളത്? ദൈവം. ഗോഡ് ഈസ് ഇൻസൈഡ്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നോഹയ്ക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ ദൈവവുമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടകം പറഞ്ഞത് അതിനകത്ത് ഇവരെ ആക്കി വെച്ച് എന്നാൽ പിന്നെ ഞാനങ്ങ് പോവാന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പോയില്ല. അങ്ങനെ പോകത്തില്ല. യേശുവിനോട് ചേരുവാനായിട്ട് നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഇത് സ്നാനത്തിന് ഒരു മുൻകുറി, സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനം ഇപ്പോൾ ജലത്തിൻ്റെ അഴുക്ക് കളയുന്നതിനല്ല, ദൈവത്തോടുള്ള നമ്മുടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്ര യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുന്നത്. നോക്കുക, സ്നാനം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. എന്താണ് സെപ്പറേഷൻ? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പിന്നെയോ ഉയർത്തെഴുന്നേറ്റിട്ട് ഓക്കെ ബൈ ജീസസ്, ഓ താങ്ക് യു വെരി മച്ച്, എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം, അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് പോവുകയല്ല. നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ സെപ്പറേഷൻ യൂണിയനിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ സെപ്പറേഷൻ കൊണ്ട് പ്രയോജനമില്ല. സെപ്പറേഷൻ വേണം, പക്ഷേ സെപ്പറേഷൻ കഴിഞ്ഞാൽ എന്ത് വേണം? യൂണിയൻ വേണം. അങ്ങനെ നമ്മൾ യുണൈറ്റഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ യേശു കർത്താവുമായിട്ട് നമ്മൾ വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡെത്ത്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. മരണത്തിൽ മാത്രമല്ല, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന, അതായത് ഒരിക്കൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടഴിയത്തില്ല. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ യൂണിയൻ ആവശ്യമാണെന്ന് പറയുന്നത്. നമ്മൾ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ ഈ കെട്ടഴിയത്തില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും അല്ല, നിത്യത വരെയും നമ്മൾ ആരുമായിട്ട് യുണൈറ്റഡ് ആണ്? യേശു കർത്താവുമായിട്ട് യുണൈറ്റഡ് ആണ്. അപ്പോൾ സെപ്പറേഷൻ, യൂണിഫിക്കേഷൻ. അപ്പോൾ ദൈവം നോഹയെ വിളിച്ചു, പെട്ടകത്തിനകത്ത് കയറ്റി. പെട്ടകത്തിന് പുറത്ത് ലോകം, പെട്ടകത്തിനകത്ത് ദൈവം. സെപ്പറേഷൻ നടന്നു. ഇപ്പം നോഹയും കുടുംബവും ആരുടെ കൂടെയാ? ദൈവത്തിൻ്റെ കൂടെ. പെട്ടകത്തിന് പുറത്ത് ലോകം. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം. ഇതാണ് ഉടമ്പടി. ലോകത്തെ പുറത്ത് നിർത്തുക, ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്തേക്ക് കയറുക. അതിനകത്ത് ദൈവമുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിയൻ ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. ആ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ നടന്നു കഴിയുമ്പോൾ, ആ കമ്മ്യൂണിയനിൽ, ആ സംസർഗത്തിൽ ദൈവം എന്ത് ചെയ്യാന്നറിയാമോ? നമ്മളെ ഒരു പുതിയ ലോകത്തിന് വേണ്ടി ഒരുക്കുകയാണ്. നോഹയെ അങ്ങനെ തന്നെയായിരുന്നു. നോഹയെ പെട്ടകത്തിൽ സൂക്ഷിച്ച് അവനെ എക്വിപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു പുതിയ ലോകത്തിന് വേണ്ടി. അതാണ് പിന്നീട് നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു പുതിയ ലോകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ നോഹയും അവൻ്റെ പുത്രന്മാരെയും, അതിൻ്റെ ദൈവം നോഹയെയും 1-ാമത്തെ വാക്യം മുതൽ ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചവരോട് അരുളി ചെയ്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതൊരു പുതിയ ലോകമാണ്. ഈ വാക്ക് നേരത്തെ വേറൊരാളോടെ പറഞ്ഞിട്ടുള്ളൂ. അത് ആദാമിനോടാണ്. ആദാമിനെ ഭൂമിയിലേക്ക് ആക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഇപ്പം നോഹയോടും പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദാം. ആദാം തെറ്റിപ്പോയി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ തലമുറയെ നശിപ്പിച്ച് നോഹയെ തിരഞ്ഞെടുത്തു. നോഹയോട് പറയാണ്, ഇനി നീയാണ് എന്നെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആദാം തെറ്റിപ്പോയതുപോലെ നോഹയുടെ തലമുറയും തെറ്റിപ്പോയി. നോഹയുടെ തലമുറ തെറ്റിപ്പോയപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതാണ് അബ്രഹാമിനെ. അപ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ
അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവിൻ എന്നല്ല പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഓൾറെഡി പ്രോമിസ് ചെയ്തു, ഇനി പാപം ചെയ്താൽ പോലും ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഞാനങ്ങ് നശിപ്പിച്ച് കളയുകയില്ല. അതുകൊണ്ട് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എങ്കിൽ ഇനിയിപ്പോൾ ഓൾറെഡി ലോകത്തിൽ ജനങ്ങളുണ്ട്. അബ്രഹാമിനോട് പറയുന്നതെന്നറിയാമോ? ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ യു. അതായത് ഞാൻ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നില്ല, പകരം അനുഗ്രഹം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, എന്നിട്ട് നീ പൊക്കോണം. എന്തിനാണെന്നറിയാമോ? ചെന്ന് ഭൂമിയിലെ സകല വംശത്തെയും അനുഗ്രഹിച്ചോണം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ പറയുന്നത് ഇൻഫിൽട്രേറ്റ് ചെയ്യാനാണ്, ഈ അനുഗ്രഹം എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അബ്രഹാമിൻ്റെ കാലം മുതൽ ദൈവത്തിൻ്റെ സ്ട്രാറ്റജി മൾട്ടിപ്ലൈ ചെയ്യാനല്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്താണ്? ഇൻഫിൽട്രേറ്റ് ചെയ്യുക. ഈ അനുഗ്രഹത്തിൻ്റെ വാഹകരായി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോകത്തിലേക്ക് പോയി ശപിക്കപ്പെട്ട ഭൂമിയെ അനുഗ്രഹിക്കപ്പെട്ടതാക്കാനായിട്ട് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവിടെയും കവനൻറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലാണ് കർത്താവ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം. എന്നാൽ അവിടെ വെച്ച് അതാണ് ഉടമ്പടി, തിരഞ്ഞെടുപ്പ് തന്നെ ഉടമ്പടിയാണ്. എന്നാൽ ആ ഉടമ്പടി എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് 15-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ നമുക്ക് ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടു. അവനോട് ദൈവം പ്രോമിസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രോമിസസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, ഒരു കവനൻ്റ് ഉണ്ടാക്കി. നേരത്തെ ഉള്ളതാണ് നിയമം, പക്ഷേ അത് അവനുമായിട്ട് ഷെയർ ചെയ്തു. ദൈവത്തിൻ്റെ കവനൻ്റ് നിത്യമായ കവനൻ്റാണ്. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, യെസ്, ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ സന്തതിയെ ഈ ഭൂമിയിൽ നിറയുമാറാക്കും. ഇങ്ങനെയെല്ലാം അവനോട് ഒരു കവനൻ്റ് ചെയ്യുകയാണ്. നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഉള്ള ഈ ദേശത്തെ കൊടുക്കും. ഉടമ്പടി ചെയ്യുകയാണ്. അങ്ങനെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ എന്തിനെ കാണുന്നത്? പരിച്ഛേദനയെ കാണുന്നത്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. 4-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അവിടെ എല്ലാം കവനൻ്റാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് 9-ാമത്തെ വാക്യത്തിൽ ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം, ഈ കവനൻറ്റിൽ നിങ്ങൾ നിലനിൽക്കണം. അതിൻ്റെ അടയാളമായിട്ട് നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന ഏൽക്കണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷനാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പരിച്ഛേദന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് അതിന് പറ്റിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ആംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പൊക്കിൾ കൊടി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ സകലവിധമായ പരിപോഷണവും നടക്കുന്നത് അതിൻ്റെ വായിലൂടെ അല്ല, ശ്വാസത്തിലൂടെ ഒന്നുമല്ല. എന്താണ്? ആ ആംബ്ലിക്കൽ കോഡിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് സോഴ്സ് ആരുടേതാണ്? ആ അമ്മയുടേതാണ്. അമ്മയുമായിട്ടുള്ള രക്തബന്ധമാണ്. അമ്മയുടെ രക്തത്തിൽ നിന്നാണിത് കുഞ്ഞിനെല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആംബ്ലിക്കൽ കോഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? ഇനിയിപ്പോൾ ഈ അമ്മയുടെ വൂമ്പിൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞിനൊന്നും സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അത് പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ അമ്മയുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധമില്ല. പഴയ ലോകത്തെ ഉപേക്ഷിച്ചു. പഴയ ലോകം തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇനി യാതൊരു ബന്ധങ്ങളുമില്ല. അതാണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ പരിച്ഛേദന എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവം
അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചു, ഞാനും നീയുമായിട്ടൊരു കവനൻ്റ് ഉണ്ടാക്കി. ആ കവനൻറ്റിൻ്റെ അടയാളമായിട്ട് നീ ഈ ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് പോലെ ഇതുവരെ നിനക്ക് ലോകത്തോടുണ്ടായിരുന്ന സകല ബന്ധങ്ങളും വിച്ഛേദിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ നിനക്ക് ലോകത്തോടല്ല ബന്ധം, എന്നോടാ ബന്ധം. അതാണ് പരിച്ഛേദന എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്. പരിച്ഛേദന കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലോകവുമായിട്ടല്ല ബന്ധം, ദൈവവുമായിട്ട് മാത്രമായിരിക്കും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിളിയുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, 12-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിൻ്റെ വിളി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ വിളിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, വിളിച്ചപ്പോൾ ആദ്യം തന്നെ അബ്രഹാമിനോട് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവനൻ്റ് തുടങ്ങുന്നത് 12-ാം അധ്യായത്തിൽ തന്നെയാണ്. അത് വിവരിക്കുന്നത് 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലുമാണെങ്കിലും തുടങ്ങുന്നത് 12-ാം അധ്യായത്തിലാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അബ്രഹാമിനെ അരുളിച്ചെയ്തു നിന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. അപ്പോൾ എന്താണ്? ലീവ് യുവർ കൺട്രി, യുവർ കിൻഡ്രഡ്, യുവർ ഫാദേഴ്സ് ഹൗസ്. നീ നിൻ്റെ പിതാവിൻ്റെ രാജ്യത്തെയും നിൻ്റെ രാജ്യത്തെയും നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്. അപ്പോൾ ആദ്യത്തെ കോളിംഗ് എന്ന് പറയുന്നത് വിടാനാണ്. ഇത് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഒന്നും വിടണ്ടെന്നാണ് പൊതുവെ ഇപ്പം പറയുന്നതായ ഒരു കാര്യം. അല്ലെങ്കിൽ ഇന്ന് ടി വിയിലെ പ്രസംഗം എല്ലാം കേൾക്കുമ്പോഴും കൺവെൻഷനും ക്രൂസൈഡും എല്ലാം പറയുന്നത് ഒന്നും വിടാൻ ആരും പറയുന്നില്ല. ഉള്ളത് കുറച്ചുകൂടെ കിട്ടുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലാതെ വിടാൻ ആരും പറയുന്നില്ലല്ലോ. പക്ഷെ അബ്രഹാമിനെ വിളിച്ച് ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താണ്? വിടുക എന്നുള്ളതാണ്, ലീവ് എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് വിടുക എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്താ പഠിപ്പിക്കാത്തത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. വിടുക. എന്താ വിടേണ്ടത്? ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. നീ നിൻ്റെ രാജ്യത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇപ്പോഴത്തെ നിൻ്റെ സകല കാര്യങ്ങളെയും നീ ഉപേക്ഷിച്ചേ പറ്റൂ. ഉപേക്ഷണമില്ലാതെ അനുഗമനം ഇല്ല. ഒന്നാമത് വേണ്ടത് ഉപേക്ഷണമാണ്, പിന്നീടാണ് അനുഗമനം. ഞാൻ പറഞ്ഞല്ലോ, മരിക്കാതെ കുഴിച്ചിടാൻ പറ്റില്ല എന്നതുപോലെ വിടാതെ അനുഗമിക്കാനും പറ്റില്ല. ലീവിങ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഉടമ്പടിയുടെ ആദ്യ തത്വമാണ് ലീവിങ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിന് വില കൊടുക്കാൻ തയ്യാറല്ലാത്തവർ ഇതിൻ്റെ പുറകെ വന്ന് വെറുതെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന നിലയിലായി പോകരുത്. ലീവ് യുവർ കൺട്രി, യുവർ ഫാദേഴ്സ് ഹൗസ്, യുവർ കിൻഡ്രഡ്, എല്ലാത്തിനെയും വിട്ട് അബ്രഹാം അനുസരിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു? അവൻ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാനാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോൾ യാഗപീഠം പണിയുന്നത് അല്ലെങ്കിൽ വർഷിപ്പ് നടക്കുന്നത് കവനൻ്റ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ടാണ്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്? ആരാധന നടക്കുന്നത്. ഇതാണ് മതവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം. മതത്തിൽ എപ്പോഴും അനുഗ്രഹം ഉണ്ടാകുന്നത് ആരാധന കഴിയുമ്പോഴാണ്. അനുഗ്രഹം വേണമെങ്കിൽ പോയി ആരാധിച്ചോണം. ആരാധിച്ചാൽ അല്ലേ? ഇപ്പം വന്ന് മതം നമ്മുടെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മളും പറയുന്നത് ആരാധിച്ചാൽ വിടുതൽ. എൻ്റെ പ്രിയമുള്ളവരെ, ആരാധിച്ചാൽ വിടുതൽ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ്. അത് നമ്മൾ പറയും പത്രോസും ശീലാസും കൂടെ ആരാധിച്ചപ്പോൾ വിടുതലുണ്ടായിരുന്നു. അവർ വിടുതലൊന്നും പ്രതീക്ഷിച്ചൊന്നും ആരാധിച്ചതൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, അവരാരാധിച്ചത് സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവത്തെ അവരാരാധിച്ചതാണ്. കർത്താവ് വിടുവിച്ചു എന്നുള്ളത് ഒരു വസ്തുത, അത് വേറെ കാര്യം. പക്ഷേ ആരാധനയുടെ ആ ശക്തി കൊണ്ടൊന്നുമല്ല അവിടെ വിടുതലുണ്ടായതൊന്നും. കാര്യം ആരാധന നമുക്ക് ദൈവത്തോടുള്ള റെസ്പോൺസാണ്,
അനുഗ്രഹമെന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള റെസ്പോൺസ് അല്ല. നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നത്, ആരാധനയോടുള്ള ദൈവത്തിൻ്റെ റെസ്പോൺസാണ് അനുഗ്രഹമെന്നാണ്. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണ് നമ്മുടെ മതവും പഠിപ്പിക്കുന്നത്. നമ്മുടെ മതവും അങ്ങനെ പഠിപ്പിക്കുന്നത്. ആരാധനയ്ക്കുള്ള ദൈവത്തിൻ്റെ റെസ്പോൺസാണ് വിടുതൽ. അങ്ങനല്ല, വിടുതലിനുള്ള നമ്മുടെ റെസ്പോൺസാണ് ആരാധന. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. കർത്താവ് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. മതങ്ങളിലെല്ലാം ആരാധിച്ച് പ്രത്യക്ഷനാക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, പ്രത്യക്ഷനായപ്പോൾ ആരാധിക്കുകയാണ്. ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം അനുസരിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലാണ്. ഇവിടെ ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ദൈവം അവന് പ്രത്യക്ഷനായി, ദൈവം അവന് അനുഗ്രഹങ്ങളെ നൽകി. ദൈവം അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് സെപ്പറേഷനും യൂണിഫിക്കേഷനും. അതായത് അബ്രഹാമിനോട് ആദ്യം തന്നെ പറഞ്ഞു, എന്താ? നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഏത് ദേശമാണ്? പറഞ്ഞില്ല. എങ്ങോട്ട് പോകുന്നു അറിയാതെ പുറപ്പെട്ടു എന്നാണല്ലോ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അല്ലേ? കർത്താവ് പറഞ്ഞൊന്നുമില്ല. കർത്താവ് പറയാതെ, ദേശം കാണിച്ചു കൊടുക്കാതെ. ചിലപ്പോൾ ആളുകൾ പറയും, കനാൻ നാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹാരാൻ വിടാൻ എന്നാ എത്ര വലിയ പ്രയാസം. ഇന്ന് പലരും കനാൻ നാട് കാണിച്ചാണ് ഹാരാൻ വിടുവിക്കുന്നത്. ഹാരാനിൽ നിന്ന് വിടുവിക്കത്തൊന്നുമില്ല. ഇതിനേക്കാൾ നല്ലത് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ. അല്ലാതെ സ്വർഗത്തിൽ വെക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത് വിടാൻ. ഈ പറയുന്ന പോലെ ഹാരാനും അത്ര മോശം സ്ഥലമൊന്നും അല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. കാര്യം, കനാൻ നാട്ടിലേക്ക് പുറപ്പെടാൻ ആദ്യം പുറപ്പെട്ടത് അബ്രഹാമല്ല. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, തേരഹ് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുവാൻ അബ്രഹാമിനെയും ലോത്തിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തേരഹ് തന്നെ ഓൾറെഡി എങ്ങോട്ട് പോകാൻ പുറപ്പെട്ടതാ? കനാനിലേക്ക് പോകാൻ. നമ്മൾ ചിന്തിക്കുന്ന അബ്രഹാം ആദ്യം പുറപ്പെട്ടത്. അല്ല, തേരഹ് മെസപ്പൊത്തോമിയയിൽ നിന്ന് കനാനിലേക്ക് പോകാൻ പുറപ്പെട്ടു. ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. എന്താ സംഭവിച്ചത്? ദൈവം പറഞ്ഞിട്ട് പോയതൊന്നുമല്ല. തേരഹ് നോക്കിയപ്പോൾ കനാൻ നാട് പാലും തേനും ഒഴുകുന്ന ദേശം, അവിടെ ആടിന് പുല്ലും തീറ്റിയും ഒക്കെ ഉണ്ടെന്ന് കേട്ടു, പുറപ്പെട്ടു പോയി. ഹാരാനി വന്നപ്പോൾ പറഞ്ഞു, എടാ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ പോലെ പോകേണ്ട കാര്യമില്ല. ഹാരാനിൽ തന്നെ എന്തുമാത്രം പുല്ലുണ്ട്, നമ്മുടെ ആളുകൾക്കൊക്കെ ആവശ്യത്തിനുള്ള പുല്ല് ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് കൂടിയേക്കാം. ദേശം കണ്ട് പുറപ്പെട്ടവൻ ഹാരാനി വരുമ്പോൾ അവിടെ തങ്ങും. പക്ഷെ ദൈവത്തെ കണ്ട് പുറപ്പെട്ടവൻ ഹാരാനിൽ നിൽക്കത്തില്ല. അവൻ ദൈവം കാണിച്ച സ്ഥലത്ത് ചെന്നേ നിൽക്കത്തുള്ളൂ. നമ്മളിപ്പം വന്ന് തേനും പാലും പുല്ലും ആടും മാടും കാശും കാറും, അന്നൊക്കെ പുല്ലും ഒക്കെ ആയിരിക്കും, കാറും വീടും ഒക്കെ കാണിച്ച് ആളുകളെ ഹാരാനി കൊണ്ടുപോയി താമസിപ്പിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അവനെ സെപ്പറേറ്റ് ചെയ്തു. എന്നറിയാമോ? കർത്താവ് പറയാണ്, നീ ആരെയും കൂട്ടിക്കൊണ്ട് പോകണ്ട, നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്. സെപ്പറേഷൻ കണ്ടോ? വേർപാടിൻ്റെ ഉപദേശം കണ്ടോ? കാര്യം എന്നറിയാമോ? ചാർച്ചക്കാർക്ക് ദൈവവിളിയില്ല. ദൈവവിളിയില്ലെങ്കിൽ അവർക്കിത് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാകത്തില്ല. അവരുടെ കുറ്റമല്ല, അവർ മോശക്കാരായിട്ടല്ല, അവരുടെ കണ്ണ് അത്ര മാത്രമേ തുറന്നിട്ടുള്ളൂ. ആ കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ചാൽ, ഇൻക്ലൂഡിങ് ടേക്ക് ദ കേസ് ഓഫ് ലോത്തും അവനോടുകൂടെ പുറപ്പെട്ടെന്നേ എഴുതിയിട്ടുള്ളൂ. അവിടെ ദൈവത്തെ കണ്ടിറങ്ങിയെന്നല്ല, അബ്രഹാമിനെ കണ്ടിറങ്ങിയതാണ് ലോത്ത്. പക്ഷേ സോദോം കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ സെപ്പറേഷൻ ലോകവുമായി, ചാർച്ചക്കാരെന്ന് പറഞ്ഞാൽ ചാർച്ചക്കാരോട് മിണ്ടരുത് വിടരുതെന്ന് അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. എന്താണ്? എന്നാലും ചിന്തിക്കരുത്, ആരും അങ്ങനെ ചിന്തിക്കരുത്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിടണമെന്ന്. ഇനി അപ്പനെ നോക്കത്തില്ല അമ്മയെ നോക്കത്തില്ല എന്ന് പറയരുത്. അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കണ്ണ് കഴുകാൻ കുത്തി പൊട്ടിക്കുമെന്നാണ് വ്യവസ്ഥ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പനെ അമ്മയെ നോക്കിക്കോണം.
അപ്പനെ അമ്മ നോക്കരുതെന്നല്ല അവിടെ പറയുന്നത്. പക്ഷേ കാഴ്ചപ്പാടില്ലാത്ത അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ചിന്തകൾ നിന്നെ സ്വാധീനിക്കാൻ പാടില്ല. അതിന് ചുറ്റും ഒരു മതിൽ കെട്ടിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ വേർപാടുണ്ടായി. വേർപാട് കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ കാണിച്ച്, കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ അവൻ ആരെ മാത്രമേ കാണുന്നുള്ളൂ? ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം ഒരു സ്ഥലത്ത് വന്നു എന്ന് വെക്കുക. അപ്പം ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എനിക്ക് അറിയാൻ വയ്യാത്ത, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അയിരൂരെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നു. അയിരൂര് ചെന്നപ്പോൾ എബി പാസ്റ്റർ പറഞ്ഞു, വാ നമുക്കൊരു വഴി വരെ പോകാം. ഞാൻ ചോദിക്കുക, എവിടാ? അതൊന്നും അത് തിരക്കണ്ട, അത് സാരമില്ല, ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും. കാര്യം എനിക്ക് എബി അയിരൂര് പാസ്റ്ററെ നല്ല വിശ്വാസമാണ്. പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോട് വഴിയിൽ ഒരാൾ ചോദിക്കാമെന്ന് വെച്ചു. എങ്ങോട്ടാ? ഇതെന്നെ പണിയാ, എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം അബ്രഹാമിനോടാണെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചു കാണും, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ? അറിയത്തില്ല. എങ്ങോട്ട് പോകുന്നത് അറിയാതെ പുറപ്പെടുന്നത്. എടാ, എങ്ങോട്ടാണെന്ന് അറിയാതെ അങ്ങനെ പോകുന്നത് അല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാമെന്ന്. അല്ല, ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകുന്നത്? അറിയത്തില്ല, അതുപോലും അറിയത്തില്ല. കാര്യം കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. സ്ഥലം പറഞ്ഞായിരുന്നെങ്കിൽ ബോർഡ് നോക്കി പോകാമായിരുന്നു. ഇപ്പോൾ സ്ഥലം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എബി പാസ്റ്റർ എന്നോട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോർഡ് നോക്കി പോകാൻ പറ്റത്തില്ല. എനിക്ക് എബി പാസ്റ്ററെ നോക്കിയേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കണ്ണ് മുഴുവൻ പാസ്റ്ററുടെ മുഖത്താ, അല്ലെങ്കിൽ പാസ്റ്ററുടെ കൂടെയാ. എനിക്ക് കണ്ണ് മുറിക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് സ്ഥലം ഏതാന്നുള്ളത് അറിയത്തില്ല. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? പാസ്റ്ററുടെ വഴിയുമായിട്ട് യുണൈറ്റഡായി. ഇതേപോലെ നമ്മൾ സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷനാണ്. പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ ആ ദൈവവുമായിട്ടുള്ള ആ ബന്ധമല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. അവിടെയാണ് ആരാധന നടക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ, യൂണിഫിക്കേഷൻ ആൻഡ് വർഷിപ്പ്. പിന്നീടാണ് പരിച്ഛേദന എന്ന നിയമം കൊടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, പരിച്ഛേദന എന്ന നിയമം, കവനന്റ് ഓഫ് സർക്കംസിഷൻ. അപ്പോൾ ആ കവനന്റ് ഓഫ് സർക്കംസിഷൻ, ആ പരിച്ഛേദന എന്ന നിയമം പറയുമ്പോൾ, ഒന്ന് ലോകത്തോട് വേർപെടണം, ദൈവത്തോടെ ഏകീഭവിക്കണം, ദൈവത്തിൽ ജീവിക്കണം. ഇതെല്ലാം നടന്നാലേ പരിച്ഛേദന കൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പരിച്ഛേദന കൊണ്ട് കാര്യമില്ല. ഇസ്രായേൽ ശരീരത്തിൽ അഗ്രചർമ്മം ഛേദിച്ചെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നില്ല. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള അവരുടെ ആ റിലേഷൻ അവർ സൂക്ഷിച്ചില്ല. അവർക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് അങ്ങനെ പോകാനൊന്നും അറിയത്തൊന്നുമില്ല. അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ഇവിടുന്ന് എങ്ങോട്ടാ? ഇപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാണുമ്പോഴത്തേക്ക് അവരാകപ്പാടെ അങ്ങ് വിഷമിക്കും. ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഇതൊക്കെ എന്താണ് കാര്യം? ബിക്കോസ് ദേ ആർ നോട്ട് സീയിങ് ഗോഡ്. അവർ ദൈവത്തെ കാണുന്നില്ല. അവർ സ്ഥലവും നോക്കി ബോർഡും നോക്കി പോകണം. ബോർഡ് നോക്കി പോകുന്ന ഒരു യാത്രയല്ല ക്രിസ്തീയ യാത്ര. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകന്റെ അടുത്ത് ചെന്ന്, ഇത് അങ്ങനെയാണോ ബ്രദറെ, പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് തോന്നിയെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ എന്നൊന്നും പോയി ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ നോക്കി അങ്ങ് പോയാൽ മതി. ഈ പ്രവാചകൻ്റെ ഒക്കെ അരികെ പോയി അവരെന്തിനാ ഇതൊക്കെ പറഞ്ഞു തരാൻ നിൽക്കുന്നത്? അല്ല, ദൈവാശ്രയം ഇല്ലാതാക്കാനല്ല പ്രവാചകൻ, ദൈവാശ്രയം ഉണ്ടാക്കാനാണ് പ്രവാചകൻ ആവശ്യമായിരിക്കുന്നത്. ഇപ്പോൾ ദൈവാശ്രയം മാറിയിട്ട് പ്രവാചകനിലുള്ള ആശ്രയം ഉണ്ടാകരുത്. See, you need to have a relation with God. അത് സെപ്പറേഷൻ. ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുമ്പോൾ അതിനകത്തെ ഹൃദയ പരിച്ഛേദന ലോകത്തോടുള്ള അവൻ്റെ ബന്ധം നിൽക്കുകയാണ്. അംബ്ലിക്കൽ കോഡ് അവൻ മുറിച്ചു കളയും. ഇന്നലെ വരെ എൻ്റെ ഹൃദയം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ ഹൃദയം ഇന്നലെ വരെ ലോകത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ചു. പക്ഷെ ഇപ്പം കോഡ് മുറിച്ചു കളഞ്ഞു. സെപ്പറേഷൻ നടന്നു, യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തോട് പിന്നെ എനിക്ക് ഒരു പറ്റുവാനുമില്ല. യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് അറിയാവും, പിന്നെ എനിക്ക് ദൈവം മാത്രം മതി. പിന്നെ അങ്ങ് കർത്താവെന്ന് പറഞ്ഞങ്ങ് ചാകുക ഞാൻ. പിന്നെ എനിക്ക്
ഈ ലോകത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചും കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. മൈ ഹാർട്ട് ഈസ് ഓൾവേസ് ബബ്ലിംഗ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാണ്, ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം. നേരത്തെ എനിക്ക് ജഡമോഹം ആയിരുന്നുണ്ടായിരുന്നത്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും, എങ്ങനെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം, 4 കാശുണ്ടാക്കണം, നല്ല ജോലി വേണം, അങ്ങനെയുള്ള മോഹങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം എനിക്കല്ല, എനിക്ക് എങ്ങനെങ്കിലും ദൈവത്തെ കണ്ടാൽ മതി. നമ്മൾ കോരഹപുത്രന്മാർ പറയുന്ന ഒരു സങ്കീർത്തനങ്ങളിൽ 42-ാമത്തെ സങ്കീർത്തനം നമുക്കറിയാമല്ലോ. കോരഹപുത്രന്മാർ പറയുന്നത് എന്താണ്? നീ എന്നെ ഒത്തിരി സഹായിക്കുമെന്നൊന്നുമല്ല കർത്താവ്, എനിക്ക് അത് തരണമേ, ഇതൊന്നും തരണമെന്നൊന്നുമല്ല. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എപ്പോഴും ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമല്ലാതെ, മോഹമല്ലാതെ ഒന്നും എനിക്കില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാര്യം എൻ്റെ ഹൃദയം പരിച്ഛേദന ചെയ്ത് ലോകത്തോടുള്ള എൻ്റെ മോഹത്തിൽ നിന്ന് കട്ട് ചെയ്തു. ഇപ്പം യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ആരുമായിട്ടാണ്? ദൈവമായിട്ട്. നമ്മുടെ ഹൃദയം ഇപ്പം അംബ്ലിക്കൽ കോർഡുള്ള ഒരു കുഞ്ഞ് ഒരു ഗർഭപാത്രത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് ലോകത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കത്തില്ല, അമ്മയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ശരിയല്ലേ? കാര്യം അതിൻ്റെ കോഡ്, ആ അംബ്ലിക്കൽ കോഡ് മുഖേന ഇത് ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. എന്നതുപോലെ ഇന്നലെ വരെ ഞാൻ ലോകത്തിൻ്റെ കാര്യമേ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവത്തെ വല്ലപ്പോഴും വിളിച്ചാൽ പോലും അത് ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ദൈവത്തെ അന്നും വിളിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ആരാ ദൈവത്തെ വിളിക്കാത്തത്? ദൈവത്തെ വിളിച്ചത് തന്നെ എന്തിനാണ്? ലോകത്തിൽ വല്ലതും കിട്ടാനാണ്. കാര്യം എൻ്റെ കോഡ് ബന്ധിപ്പിച്ച് കിടന്നത് ഈ ലോകവുമായിട്ടാണ്. പക്ഷെ ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, സംഹാവ് എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, സംഹാവ് യേശുവുമായിട്ടുള്ള റിലേഷൻ എനിക്ക് വേണം. കാര്യം എൻ്റെ ഹൃദയം പരിച്ഛേദന ഏറ്റിരിക്കുകയാണ്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഹൃദയം ലോകവുമായിട്ട് കട്ടായിപ്പോയി, ലോകത്തിൽ നിന്നുള്ള അപ്പം ലോകം എന്നിലേക്ക് കയറാനായിട്ടൊരു വഴിയില്ല, കോഡില്ല. ലോകത്തിന് എന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കോഡ് വേണം, പക്ഷെ കോഡില്ല. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? പിന്നെയും ഈ കോഡ് ചുറ്റി വെച്ചുകൊണ്ട് നടക്കുക നമ്മൾ. അതുകൊണ്ടാണ് പിന്നെ ലോകമോഹങ്ങൾ നമ്മളിൽ കയറുന്നത്. അതുകൊണ്ടാണ് പരിച്ഛേദന ആവശ്യമായിരിക്കുന്നത്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നമ്മൾ പുതിയ നിയമത്തിൽ മാത്രമുള്ള കാര്യമല്ല. പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഈ ഹൃദയ പരിച്ഛേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പെന്റാറ്റ്യൂക്കിൽ പോലും ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16 മുതലുള്ള 16-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവര് ആകരുത്. എവിടെ പറയുന്നത്? മോശയുടെ ന്യായപ്രമാണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യാൻ. അപ്പോൾ ഇത് പുതിയ നിയമത്തിൻ്റെ മാത്രം ഒരു ഉപദേശമല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലരുടെ ചിന്ത പുതിയ നിയമത്തിൽ മാത്രമേ ഇതുപോലുള്ള ഉപദേശങ്ങളുള്ളൂ, പഴയ നിയമം എല്ലാം പാഴായിരുന്ന അല്ല. ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് മോശ ന്യായപ്രമാണം എഴുതുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളെ ശരീരത്തിലെ ഫോർസ്കിൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യുവീൻ, അത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് 30-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ 30-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. നോക്ക് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ആവർത്തന പുസ്തകത്തിൽ മോശ പറയുകയാണ്, ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അത് നടക്കണമെങ്കിൽ എന്ത് നടന്നേ പറ്റൂ? ഒരു ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നാലേ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കാൻ അങ്ങനെ ചുമ്മാതൊന്നും ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കഴിയണമെങ്കിൽ എന്ത് നടക്കണം? ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നിരിക്കണം. അതായത് ഹൃദയത്തിന് ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ മാത്രമേ നിനക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഇരമ്യാവിൻ്റെ
പ്രവചനം നമ്മൾ അവിടെ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയുന്ന അതിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇതാ മിസ്രയീം, യഹൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്, തലയുടെ അരികു വലിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടു കൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. പരിച്ഛേദനക്കാരെന്ന് പേരുണ്ട്, പക്ഷേ ലോകവുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ടില്ല. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പഴയ നിയമത്തിലും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം എന്താ? പുറമേ ഉള്ള ഫോർസ്കിൻ കട്ട് ചെയ്യാൻ അവര് ആ ആചാരത്തിന് പ്രാധാന്യം കൊടുത്തു, പക്ഷെ എന്ത് ചെയ്തില്ല? ഹൃദയം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ഹൃദയ പരിച്ഛേദന അവരുടെ ജീവിതത്തിൽ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. ഞാൻ പറഞ്ഞില്ല, ഓൾഡ് ടെസ്റ്റമെന്റിൽ കൃത്യമായിട്ട് അതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണമെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണമെങ്കിൽ, വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഹാർട്ട്. അവിടെ ആവർത്തന പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ബാക്കി ഒന്നുമില്ല എന്നാണ്. അതായത് അല്പമെങ്കിലും സ്നേഹം ലോകത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം ജഡത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യത്തോടെ, പാപത്തോടെ, എന്തെങ്കിലും കാര്യത്തോടെ, ലോകത്തോടോ ജഡത്തോടോ എന്തിനോടെങ്കിലും അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 1/2 ഗ്ലാസ് മഷിയൂടെ വേണേൽ ഒഴിക്കാം. ഇതിനകത്തൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കല്ലും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ച് പോകും. പക്ഷേ ഫുൾ വെള്ളമാണെങ്കിൽ കല്ലെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും, ഫുള്ളാകത്തില്ല. ഫുള്ളായി കഴിഞ്ഞാൽ വേറെ ഒന്നിനും പ്രവേശിക്കാനുള്ള സ്ഥലമില്ല. അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെ സ്നേഹിക്കണം? വേറെ ഒന്നിനും കയറാൻ സ്ഥലമില്ലാത്തതുപോലെ സ്നേഹിക്കണം. അപ്പോഴാണ് പരിച്ഛേദന പൂർണ്ണമാകുന്നത്. വേറെ ഒന്നിനും കയറാൻ സ്പേസ് ഇല്ലാത്തതുപോലെ, വേറെ മോഹമൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ഹാർട്ട് ആവശ്യമായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഗാഡ് ഈസ് ഡൂയിങ്. അതാണ് വാസ്തവത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. അത് പഴയ നിയമത്തിനുമുണ്ട്. കർത്താവ് യെഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. കാര്യം പ്രവാചകന്മാർക്ക് മനസ്സിലായി, കൽപ്പന ഇല്ലാഞ്ഞിട്ടല്ല, പ്രത്യുത ഇത് അനുസരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയം ഇല്ലാതെ, ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടക്കാതെ. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി നീഡ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹാർട്ട്. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. എനിക്ക് നിർമ്മലമായൊരു ഹൃദയത്തെ എന്നിൽ നിർമ്മിച്ച് സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് നീ നൽകണമേ. അപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കണം. ശരിക്കും പരിച്ഛേദന നടക്കുമ്പോൾ അംബ്ലിക്കോർഡ് നമ്മൾ കട്ട് ചെയ്താൽ ഇതിന് പരിപോഷണം കിട്ടാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റൊരു കോഡ് നമ്മൾ യോജിപ്പിച്ചാലേ പറ്റുള്ളൂ. അത് യോജിപ്പിക്കുന്നത് നമ്മളിപ്പോൾ സ്വർഗവുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് സ്വർഗീയമായ സ്റ്റാൻഡേർഡാണ്. ഒരു പുതിയ ഹാർട്ട്, അതാണ് ശരിക്കും ആ റീപ്ലേസ് ചെയ്യണം, കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യണം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേഷൻ മാത്രം പോലെ യൂണിഫിക്കേഷൻ വേണമെന്ന് പറയാനുള്ള കാര്യം. ഇപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പുതിയ നിയമത്തിലെ പരിച്ഛേദനയെക്കുറിച്ച് പറയുന്ന ഭാഗം, അതുകൂടെ ഞാനൊന്ന് പറയട്ടെ പെട്ടെന്ന്. പുതിയ നിയമത്തിൽ നമ്മൾ കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ വളരെ കൃത്യതയോടെ പറയുകയാണ്, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഫോർസ്കിൻ കട്ട് ചെയ്യുന്നതല്ല. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ. നോക്കുക, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ എന്ത് ചെയ്തു? നമുക്ക് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ക്ലാരിറ്റി കണ്ടോ? എന്ത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ലഭിച്ച പരിച്ഛേദന കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ പരിച്ഛേദന എന്ത് സംഭവിക്കുന്നുണ്ട്? സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫോർസ്കിൻ എറിഞ്ഞു കളയുക. അതാണല്ലോ ഫിസിക്കലി നടക്കുന്ന കാര്യം. അതാണ് നമ്മുടെ ഫോർസ്കിൻ എറിഞ്ഞു കളയാണ്. ഫോർസ്കിൻ ആരും സൂക്ഷിച്ചു വെക്കുന്നില്ല. കട്ട് ചെയ്ത ഫോർസ്കിൻ ആരും മമ്മിഫൈ ചെയ്ത് അത് കാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നൊന്നുമില്ല. ഒരു സർക്കംസിഷന്റെ സമയത്ത് ഫോർസ്കിൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി ഇല്ല. ഫോർസ്കിൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ത്രോ അവേ, ദാറ്റ്സ് ഓൾ. ഇതുപോലെ ഈ ക്രിസ്തുവിൻ്റെ പരിച്ഛേദന പുതിയ നിയമത്തിൽ നടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ജഡത്തെ. ആ ജഡത്തെ എന്ത് ചെയ്യണം? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. നമുക്കെല്ലാവർക്കും പരിച്ഛേദന ലഭിച്ചവരാകണം. അപ്പോൾ പരിച്ഛേദന ലഭിച്ചാൽ എന്ത് ചെയ്യണം? എന്തിനെയാണ് എറിഞ്ഞു കളയുന്നത്? ജഡത്തെയാണ് എറിഞ്ഞു കളയുന്നത്. അതിനെ പിന്നെ സൂക്ഷിച്ചു വെക്കരുത്. നമ്മുടെ പ്രശ്നം ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൂക്ഷിച്ചു വെച്ചിരിക്കുക. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ജഡശരീരം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. പിന്നീടാണ് പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ഉയിർപ്പിച്ചു, അല്ലെങ്കിൽ ജീവിപ്പിച്ചു. അതിക്രമത്തിലും നമ്മുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നമ്മളെ അവൻ ഉയിർപ്പിച്ചു. ഇനിയിപ്പോൾ പഴയ ശരീരം നീക്കം വന്നിരിക്കുകയാണ്. സോ ഈ പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദന എല്ലാ വിശ്വാസികൾക്കും വേണം. വിശ്വാസികൾക്ക് ലഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ജഡത്തെ എറിഞ്ഞു കളയുന്നതാണ്. ഫോർസ്കിൻ വലിച്ചെറിഞ്ഞ് കളയണം. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ആരും ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന, അതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്, അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി നിർത്ത്. ജഡശരീരത്തെ ഉരിഞ്ഞു കളയണം. സ്ട്രിപ്പ് ഓഫ്. അതാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത്. അതാണ് ആവശ്യമായിരിക്കുന്നത്. ജഡത്തിൻ്റെ ബന്ധം നമ്മൾ അറുത്ത് കളയണം. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറെ കൂടെ കൃത്യമായിട്ട് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥ പരിച്ഛേദനക്കാരാകാനുള്ള കാരണം? അവിടെ പറയുന്ന ഒന്നാമത്, നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ജഡത്തിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥ പരിച്ഛേദന ഏൽക്കാത്തവനാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ? സോ കംപ്ലീറ്റ് ആയിട്ട് ജഡത്തെ ഉരിഞ്ഞു കളയുന്ന, അതായത് എൻ്റെ സെൽഫിഷായി എൻ്റെ സെൽഫിനെ അതാണ് ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഈസ്റ്റേൺ റിലീജിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ നമ്മുടെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുക, സെൽഫിനെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ സെൽഫിൻ്റെ ശക്തി, അതാണ് യോഗായുമല്ല. അതുകൊണ്ടാണ് യോഗായിക്ക് പോകരുത് എന്ന് പറയുന്നത്. കാര്യം യോഗായുടെ പ്രത്യേകത അവിടെ സെൽഫിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്.
പക്ഷെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വം സെൽഫിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യോഗയ്ക്കകത്തൊക്കെ ഇപ്പം പല പിള്ളേരും പെന്തിക്കോസ്തുകാരുടെ പിള്ളേർ വരെ യോഗയ്ക്ക് പോകുന്നുണ്ട്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്: ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പം എൻ്റെ പ്രശംസ മുഴുവൻ ആരാണ്? യേശു ക്രിസ്തു. എനിക്ക് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. എന്തു വന്നാലും, എങ്ങോട്ട് നോക്കിയാലും, എവിടെ തിരിഞ്ഞാലും ഞാൻ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ. അത് തന്നെയല്ല, ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കും. കാര്യം എൻ്റെ ലോകമേ മാറി. ഞാനൊരു സ്പിരിച്വൽ വേൾഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സ്പിരിറ്റ് തലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആത്മതലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആത്മതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലല്ല. ആത്മാവാകുന്ന കർത്താവുമായുള്ള യൂണിയൻ എനിക്കുണ്ട്. അപ്പോൾ മാത്രമേ എനിക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുള്ളൂ. ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ എൻ്റെ ആത്മാവ് ആത്മാവാകുന്ന കർത്താവുമായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും അതും ഇതൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ആരാധനയാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ. അങ്ങനെ പരിച്ഛേദന നടന്നാൽ പിന്നീട് ഒന്നിനും എന്നിലേക്ക് ഒന്നും ഇൻപുട്ടില്ല. ജഡത്തിൻ്റെ യാതൊരു ഇൻപുട്ടുമില്ല. ഒന്നും എന്നിലേക്ക് ജഡത്തിന് തരാൻ പറ്റുന്നില്ല. എൻ്റെ ഓരോ അവയവത്തിനും പരിച്ഛേദന ആവശ്യമുണ്ട്. അതായത് ലോകത്തിൽ ഞാൻ നേരത്തെ സൂക്ഷിച്ചിരുന്ന ഒന്നും ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ 7-ാം അധ്യായത്തിൽ സ്റ്റീഫൻ പ്രസംഗിക്കുന്ന സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ജനതയുടെ പ്രശ്നമായിട്ട് പറയുന്ന അതിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളോരേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവിടെ പറയുന്നത് ഹൃദയത്തിന് പരിച്ഛേദനയില്ല, പിന്നെ എന്തോതിനുമില്ല, ചെവിക്കുമില്ല. അപ്പോൾ ചെവിക്ക് പരിച്ഛേദന വേണം, ഹൃദയത്തിന് പരിച്ഛേദന വേണം, പിന്നെന്തോ വേണം? ചെവിക്ക് പരിച്ഛേദന വേണം. പരിച്ഛേദന ഉണ്ടെങ്കിൽ പിന്നെ ലോകം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ് ലോകം പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ചില ആളുകളുണ്ടല്ലോ, ആര് പറഞ്ഞാലും അയ്യോ അങ്ങനാണോ ഇങ്ങനാണോ, നിങ്ങളെന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോകുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നോക്ക്. മനുഷ്യൻ പറയുന്ന ശബ്ദം കേൾക്കാൻ പോയാൽ നിങ്ങൾ ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവരാണ്. എൻ്റെ ബ്രദറെ, ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഭാവി അപകടത്തിലാകുമെന്ന്. ചേച്ചികളിലാണ് ഭാവി ഇരിക്കുന്നത്. ചേച്ചിയുടെ ഭാവി തന്നെ ചേച്ചികളിലല്ല. പിന്നെ ചേച്ചി പറയുന്നതും ചേട്ടൻ പറയുന്നതും അമ്മാച്ചൻ പറയുന്നതും കേട്ടോണ്ടിരിക്കാനല്ല, ചെവിക്ക് പരിച്ഛേദന വേണം. കർത്താവ് പറയുന്നത് കേൾക്കണം, കർത്താവിൻ്റെ വചനം അനുസരിക്കണം. ചെവിക്ക് പരിച്ഛേദന വേണം. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ എല്ലാ അഴുക്കും എന്ന് പറഞ്ഞ്, അതായത് ചെവിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കേൾവി നന്നാക്കാനായിട്ട് എല്ലാ അഴുക്കും, അവിടെ റുപാരിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. റുപാരിയോസ് എന്ന് പറഞ്ഞാൽ ഈ ചെവിക്കായം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മെഡിക്കൽ ടേമാണ്. അതായത് ചെവിക്കകത്ത് ചെവിക്കായം ഇരിക്കരുതെന്ന്. ചെവിക്കായം ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിച്ഛേദന നടക്കുമ്പോൾ ചെവിക്കായമൊക്കെ എടുത്ത് കളയും. എന്നിട്ട് ദൈവ ശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേജ് ചെവിക്ക് വേണം, കണ്ണിന് വേണം. ഇയ്യോബിന്റെ ലേഖനം, ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഞാനൊരു കന്യകയെ പിന്നെ നോക്കുന്നത് എങ്ങനെ? കന്യകയെ നോക്കുന്ന ഒരു പ്രശ്നം, കന്യക മാത്രമല്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും മൊബൈൽ ഫോണിൽ നോക്കിയാലും കണ്ണിന് നിയമം തെറ്റിക്കുകയാണ്. കണ്ണിന് പരിച്ഛേദന ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ. കണ്ണിന് പരിച്ഛേദനയില്ല. കാര്യമല്ല, കാണുന്നതൊക്കെ എന്തൊക്കെയാ എൻ്റെ ദൈവമേ. ഈ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന കാഴ്ചകൾ, കണ്ണിനൊരു പരിച്ഛേദന വേണം. അതും ഇതും കാണാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ കണ്ണിന് പരിച്ഛേദന വേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴാണ്. അതിനേക്കാൾ കൂടുതൽ വേണ്ടത് തുണിക്കടയിൽ കയറുമ്പോഴാണ്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. അവിടെയൊക്കെയാണ് നമ്മൾ ആത്മീയത അളക്കുന്നത്. ആത്മീയത അളക്കുന്നത് സഭാഹോളിനകത്ത് വന്നിരുന്ന് തുള്ളുമ്പോഴല്ല, തുണിക്കടയിൽ പോകുമ്പോഴാണ് നമ്മൾ ആത്മീയത അളയുന്നത്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം.
കണ്ണിന് പരിച്ഛേദന. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ, വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. ഇന്നിപ്പോൾ ഒരു രീതിയിലും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത നിലയിൽ കണ്ണിൻ്റെ കാഴ്ചകൾ മാറിപ്പോകുന്നതായ ഒരു സ്റ്റേജ്. പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഒരു ഹൃദയ പരിച്ഛേദന, എൻ്റെ അവയവങ്ങൾക്കെല്ലാമുള്ള ഒരു പരിച്ഛേദന. എൻ്റെ നാവിന് പരിച്ഛേദന വേണം. എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാതെ. യാക്കോബൊക്കെ നാവിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. വാക്കുകൾ, നമുക്കൊക്കെ നാവിന് പരിച്ഛേദനയില്ലാത്ത ഒരു തലമുറ, ഒരു ജനതയായിട്ട് വന്നിരിക്കുകയാണ്. നാവിന് പരിച്ഛേദന വേണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. പ്രിയമുള്ളവരെ, കൃത്യമായ ഒരു പരിച്ഛേദന നമുക്കിന്ന് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും പുതിയ നിയമത്തിൽ ഈ പരിച്ഛേദന കൃത്യമായിട്ട് എന്തിൽ നിന്നൊക്കെ നമ്മൾ വേർപാട് സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകം, ജഡം, പിശാച്, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പരിച്ഛേദന. ലോകവും ഞാനുമായിട്ടുണ്ടായിരുന്ന ആ കോഡ് കട്ട് ചെയ്ത് കളയണം. ജഡവും ഞാനുമായിട്ടുണ്ടായിരുന്ന കോഡ് കട്ട് ചെയ്ത് കളയണം. 1 യോഹന്നാൻ്റെ ചില വാക്യങ്ങൾ മാത്രം വായിക്കാനേ നമുക്ക് സമയമുള്ളൂ. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. പ്രിയമുള്ളവരെ, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. ലോകത്തിലുള്ള എല്ലാം വേണമെന്നുള്ള മോഹം നമ്മിലുണ്ടെങ്കിൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. ലോകം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ പരിച്ഛേദനയില്ലാത്തവരാണ്. പരിച്ഛേദന ഉണ്ടെങ്കിൽ പിന്നെ ഇൻപുട്ട് ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തുണ്ടാകത്തില്ല? ഇൻപുട്ട് ഉണ്ടാകത്തില്ല. എന്നിലേക്ക് ലോകത്തിനൊന്നും കുത്തിവെക്കാൻ പറ്റത്തില്ല. അതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ഉള്ളിലേക്ക് ലോകത്തിനൊന്നും കുത്തിവെക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. എത്ര ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നിമിഷങ്ങളിലും ഞാൻ നോക്കേണ്ടത്, ഞാൻ പരിച്ഛേദനയുള്ള വ്യക്തിയാണോ? ഹൃദയ പരിച്ഛേദനയാണ് പ്രധാനം എന്നുള്ളത്. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. എൻ്റെ ജഡം, എൻ്റെ കണ്ണ്, എൻ്റെ പൊസിഷൻസ്, ഓരോന്നും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല. ഇതൊന്നും എവിടെ നിന്നുള്ളതല്ല. ഈ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാണ്. പരിച്ഛേദന ഉണ്ടെങ്കിൽ എന്നിൽ ജഡമോഹം പ്രവേശിക്കത്തില്ല. പരിച്ഛേദനയുണ്ടെങ്കിൽ എന്നിൽ കൺമോഹം പ്രവേശിക്കത്തില്ല. പരിച്ഛേദനയുണ്ടെങ്കിൽ കസേര കാണിച്ച് എന്നെ ആർക്കും മയക്കാൻ പറ്റത്തില്ല. ഒരു പൊസിഷൻ കാണിച്ച് എന്നെ ആർക്കും മയക്കാൻ പറ്റില്ല. പൊസിഷന്റെ പുറകെ പോകുന്നവർ പിതാവിൽ നിന്നുള്ളതല്ല ലോകത്തിൽ നിന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ല. അതാണ് നമ്മൾ ലോകവുമായിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഭയങ്കര കട്ടിയുള്ള വാക്കാണ്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? വിളിക്കുകയാണ് വ്യഭിചാരിണികളായുള്ളവരെ എന്ന്. വ്യഭിചാരം ചെയ്യുന്നവരെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത് ലോകത്തെ സ്നേഹിക്കുന്നവൻ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കൽ ലോകമായിരുന്നു എൻ്റെ ഭർത്താവ്. ലോകത്തിൽ നിന്നാണ് ഞാൻ എല്ലാം സ്വീകരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഭർത്താവിനെ മാറ്റി. ഇപ്പം ആരാണ്? യേശുവാണ് എൻ്റെ ഭർത്താവ്. ഇനിയും ലോകത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ വ്യഭിചാരം ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാര്യം എൻ്റെ ഭർത്താവ് ലോകമല്ല. ഈ ലോകം ഒരു നാണം കെട്ട സാധനമാണ്. അത് എന്നെ ഉപേക്ഷിച്ച് നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ചതാ. അതൊരിക്കലും ചിന്തിക്കത്തില്ല, ഇവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാ, ഇനി ഇവൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ലെന്ന്. ഒരു നാണവും ഇല്ലാത്തതാ ഈ ലോകം. പുറകെ നടക്കും.
ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നടക്കും. അന്നേരം എന്ത് ചെയ്യരുത്? തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ നീ ആരായി തീരുകയാണ്? വ്യഭിചാരിണിയായി തീരുകയാണ്. കാര്യം നിന്റെ ഭർത്താവ് ലോകമല്ല, നിന്റെ ഭർത്താവ് ദൈവമാണ്. ആ ലോക സ്നേഹം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ്: ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. അവിടെ താഴത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു തോന്നുവോ, അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? ആ വാക്യം ഒത്തിരി വിശദമായിട്ട് പറയേണ്ടതാണ്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. അവിടെ ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രം, നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ്. അതായത് എന്നെ യേശു വിവാഹം കഴിച്ചപ്പോൾ എന്നിൽ അവൻ്റെ ഒരു കാര്യസ്ഥനെ ആക്കി വെച്ചു. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ഈ ആത്മാവ് ഭയങ്കര പൊസസീവാണ്. നമ്മൾ പറയുമല്ലോ, ചൊല്ലി ഭയങ്കര പൊസസീവാണ്. പൊസസീവ് ആണെങ്കിൽ പിന്നെ ഇപ്പം ഈ മറ്റാരെങ്കിലും, ഇപ്പം ചില ആളുകളുണ്ടല്ലോ, ഭാര്യ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും എന്താ ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളുമാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവും. കാര്യം ഭയങ്കര പൊസസീവാണ്. എന്നറിയാമോ? യേശുവിനെ അല്ലാതെ നമ്മൾ ലോകത്തെങ്ങാനും ഒന്ന് നോക്കിപ്പോയാൽ ആത്മാവ് കുത്തും. കാര്യം ആത്മാവ് ഭയങ്കര പൊസസീവാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഈസ് എ ജലസ് ഗാഡ്. അവൻ തീഷ്ണതയുള്ളൊരു ദൈവമാണ്. അവനെ ഇട്ടേച്ച് വെള്ളത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നവനെ അവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ആ ഹൃദയ പരിച്ഛേദന സൂക്ഷിച്ച് എപ്പോഴും ഞാൻ നിൽക്കേണ്ടത് ആവശ്യമാണ്. ജഡത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കണം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണ്. ആ വാക്യം നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ജഡത്തെ ഉരിഞ്ഞു കളയണം. ഒരിക്കലും അകത്തോട്ട് കയറ്റരുത്. ഉരിഞ്ഞു കളയണം. ടോട്ടലായിട്ട് ഉരിഞ്ഞു കളയണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊന്നും ഉണ്ടാകരുത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ജഡം ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതിനെ ഉരിഞ്ഞു കളയണം, കട്ട് ചെയ്ത് കളയണം, അരിഞ്ഞു കളയണം, എറിഞ്ഞു കളയണം. ജഡത്തെ ഒരു കാരണവശാലും ബാക്കി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയ പരിച്ഛേദനയാണ്. മറ്റൊന്നിനെയും സ്നേഹിക്കാത്ത ഹൃദയപരിച്ഛേദനകൾ പ്രത്യേകത. പിന്നെ ലോകത്തിലൊന്നിനെയും അവൻ സ്നേഹിക്കത്തില്ല. അതുപോലെ ജഡത്തിൽ നിന്ന് നമ്മൾ ലോകത്തിൽ നിന്ന് നമ്മൾ പരിച്ഛേദന ഏൽക്കണം. ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആകണം. ജഡത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആകണം. പിശാചിൽ നിന്ന്. കാര്യം പിശാചെന്ന് പറയുന്നത് എപ്പോഴും പുറകെ നടക്കും. അവൻ്റെ പേര് തന്നെ എന്താണ്? ടെംപ്റ്റർ എന്നാ. ടെംപ്റ്റർ. അവൻ എപ്പോഴും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പുറകെ നടക്കും. അതിനവൻ അനുവാദമുണ്ട്. ഈ പ്രലോഭനം ഒരു കാരണവശാലും നമ്മൾ ചാകുന്നത് വരെ പിശാച് പ്രലോഭിപ്പിക്കാതിരിക്കത്തില്ല. ഒരു അപ്പച്ചൻ്റെ അടുത്ത് ഒരു 70 വയസ്സുള്ള 75 വയസ്സുള്ളൊരു അപ്പച്ചനാണ്. 75 വയസ്സുള്ളൊരു അപ്പച്ചൻ്റെ അടുത്ത് 2-3 ചെറുപ്പക്കാർ പിള്ളേർ ചെന്നിട്ട് ചോദിച്ചു, അപ്പച്ച, നമ്മൾ ഈ ജഡത്തിൻ്റെ ചിന്തകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് എപ്പോഴാണ് മോചനം പ്രാപിക്കുന്നത്? പിന്നെ അപ്പച്ചൻ പറഞ്ഞു, മോനെ, കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷേ 75 വയസ്സ് വരെ ഇല്ലെന്ന്. കാര്യം ചാകുന്നത് വരെ എന്തുണ്ടാകും? പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ വരുമ്പോൾ പരിച്ഛേദന. യേശു കർത്താവിൻ്റെ അടുത്ത് പിശാച് പ്രലോഭനങ്ങളുമായിട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവ് നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. സാത്താനെ, എന്നെ വിട്ടുപോ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യാക്കോബ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയമുള്ളവരെ, വലിയ ഒരു വിടുതൽ നമുക്ക് അനിവാര്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങളിലൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുകയാണ്, എറിഞ്ഞു കളയാണ്, മരിപ്പിക്കുകയാണ്, കട്ട് ചെയ്ത് കളയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു.
നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ദൈവ കോപം പിന്നെ ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പഠിപ്പിക്കുന്നത് തെറ്റാ. വേദപുസ്തകം പറയുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അത് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയായിട്ടാണ്. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നുള്ള വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. സി പ്രിയമുള്ളവരെ, ഒരു പരിച്ഛേദനയുടെ സമയം, കൃത്യമായ ഒരു പരിച്ഛേദന. നാമാണ് പരിച്ഛേദനക്കാർ എന്ന് പോൾ പറയുന്നു. നമ്മളാണ് പരിച്ഛേദനക്കാർ. എന്തുകൊണ്ടാണ് നമ്മൾ പരിച്ഛേദനക്കാരാകുന്നത്? നമ്മൾ ജഡത്തെ ഉരിഞ്ഞു കളഞ്ഞവരാണ്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചവരാണ്. അവനിൽ നിങ്ങൾ, കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ തത്വങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രസക്തമാണ്. ഇന്നിപ്പോൾ ആരും അവരുടെ ഫോർസ്കിൻ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല ഇവിടുത്തെ വിഷയം. കാരണം കവനൻറ്റ് മാറി. പരിച്ഛേദന പഴയ കവനൻറ്റിൻ്റെ അടയാളമാണ്, പുതിയ കവനൻറ്റിൻ്റെ അടയാളമല്ല. പഴയ കവനൻറ്റിൻ്റെ അടയാളമാണ്. ആ കവനൻറ്റ് മാറിയതുകൊണ്ട് ആ കവനൻറ്റിൻ്റെ അടയാളമായ, ആ പഴയ കവനൻറ്റിൻ്റെ അടയാളമായ പരിച്ഛേദന ഇനി ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു പുതിയ കവനൻറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ കവനൻറ്റ് എന്താ? അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല. ബട്ട് സ്റ്റിൽ ജീസസ് ലിവ്സ് ഇൻ മീ. അവൻ എന്നിൽ വസിക്കുകയാണ്, അവൻ എന്നിൽ ജീവിക്കുകയാണ്, അവൻ എന്നിൽ വസിക്കുകയാണ്. അവൻ എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന, പുറമേയുള്ള പരിച്ഛേദനയല്ല യഥാർത്ഥ പരിച്ഛേദന. ഹൃദയത്തിൻ്റെ പരിച്ഛേദന. അത് നടന്നില്ലെങ്കിൽ പുറമേയുള്ള പരിച്ഛേദന കൊണ്ട് കാര്യമില്ല, പുറമേയുള്ള ഒരു ചടങ്ങ് കൊണ്ടും കാര്യമില്ല. പക്ഷേ ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ശരിക്കും ഞാൻ എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ലോകത്തോടുള്ള സ്നേഹം ബാക്കിയുണ്ടോ? ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നാൽ പിന്നെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഞാൻ സ്നേഹിക്കുക. അതിന് കഴിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന അനിവാര്യമാണ്. വേറെ ഒന്നും എന്നിലേക്ക് പ്രവേശിക്കുന്നില്ല. എനിക്ക് ലോകം വേണ്ട, ലോകത്തിൻ്റെ ഇമ്പം വേണ്ട, ലോകത്തിൻ്റെ ഇഷ്ടം വേണ്ട, ലോകത്തിൻ്റെ ഇച്ഛകൾ വേണ്ട, ലോകത്തിൻ്റെ സമ്പത്ത് വേണ്ട, ലോകത്തിൻ്റെ പദവികൾ വേണ്ട. എന്തുകൊണ്ടാണ്? ഞാനതിൻ്റെ ആ കോഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിനൊന്നിനും എന്നിലേക്കൊന്നും ഇൻപുട്ട് തരാനായിട്ട് കഴിയില്ല. ഇപ്പം ഞാൻ കോഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് യേശുവുമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ഇൻപുട്ടെല്ലാം യേശുവിൽ നിന്നാണ്. എൻ്റെ ഹൃദയ പരിച്ഛേദന, ഹല്ലേലൂയ, ജഡത്തെ ഉരിഞ്ഞു കളഞ്ഞു. ഞാനിപ്പോൾ ആത്മാവിലാണ് ജീവിക്കുന്നത്. ഐ ലിവ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവ് കൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ജഡത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല. ഞാൻ പ്രശംസിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. എൻ്റെ മുഴുവൻ ഇൻപുട്ടും ഇനി യേശുവിൽ നിന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഞാൻ എൻ്റെ ജഡത്തെ ഉരിഞ്ഞു കളയുന്നു. ഒരു ശരിയായിട്ടുള്ളൊരു പരിച്ഛേദന. ഞാൻ ലോകത്തെ അരിഞ്ഞു കളയുക. പകരം കർത്താവേ, എൻ്റെ ഇൻപുട്ട് ഇനി ലോകത്തിൽ നിന്നല്ല, പൂർണ്ണമായി ഞാൻ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. ജഡത്തിൽ പ്രശംസിക്കുന്നില്ല. എൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളിൽ എനിക്ക് വാഴുവാൻ ആഗ്രഹമില്ല. അതിനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. ഞാൻ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. എൻ്റെ മോഹം മുഴുവൻ ഇപ്പം ഇനി യേശുവിനോട് മാത്രമാണ്. എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ പാടുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ നീ മാത്രം മതിയെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. എന്തുകൊണ്ട് കഴിയും? ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥ പരിച്ഛേദനക്കാരായതിനാൽ കഴിയും. എൻ്റെ പരിച്ഛേദന, നമ്മുടെ ഓരോരുത്തരുടെയും പരിച്ഛേദന, ആ രീതിയിലുള്ളൊരു പരിച്ഛേദന നമ്മൾ ശരിക്കും പ്രാപിച്ചോ? നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാം, കർത്താവേ,
ഒരു യഥാർത്ഥ ഹൃദയ പരിച്ഛേദന എനിക്ക് ആവശ്യമുണ്ട്. ലോകത്തിൽ നിന്നൊന്നും സ്വീകരിക്കാതെ എല്ലാം യേശുവിൽ നിന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഞങ്ങളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരെ. ജഡത്തിൽ ആശ്രയിക്കാതെയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. ജഡത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ പ്രശംസിച്ച് ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന എത്ര പേര് പറയും ദൈവസന്നിധിയിൽ, കർത്താവേ അങ്ങനൊരു ജീവിതം എനിക്ക് വേണം. കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങൾ ജഡത്തിൽ ആശ്രയിക്കുകയില്ല, ഞങ്ങൾ